കാണിച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ തീർച്ചയായും. ഇപ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സുരേന്ദ്രൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. യെസ് സുരേന്ദ്രൻ, പറഞ്ഞോളൂ. എനിക്ക് കാര്യമായിട്ട് അസുഖം എന്താണെന്ന് വെച്ചാല് ഈ രാവിലെ എണീക്കുമ്പോൾ ഉള്ള തലവേദനയാണ്. സുരേന്ദ്രൻ കുറച്ച് ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. ഹലോ 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 പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഉള്ള തലകറക്കാണ്. ഹലോ ഹലോ പറഞ്ഞോളൂ. രാവിലെ എണീക്കുമ്പോൾ തലകറക്ക അതൊരു 11 മണി വരെ നിൽക്കുന്നുണ്ട് ചില സമയത്ത്, ചില ദിവസങ്ങളിൽ. ആ ലക്ഷണങ്ങളുണ്ടോ? ഓ, തലവേദനയോ ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഛർദിക്കലില്ല, തല കറങ്ങുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ENT കാണിച്ച്, ENT ഡോക്ടറെ കാണിച്ച്, അയാൾ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് ആ മൈഗ്രെയിനുള്ള ഗുളിക കുടിച്ച സമയത്ത് ഞാൻ എന്താ വെച്ചാല് പിന്നെ ആകെ ടയർഡായിട്ട് നല്ല ഉറക്കവും കാര്യമായിട്ട് നിന്നുപോയി. നല്ല 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 ഉറക്കാനും ഭയങ്കര ക്ഷീണമായിരുന്നു. തലകറക്കം പിന്നെന്താ വെച്ചാല് ഞാൻ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇവര് എന്നോട് പറഞ്ഞ് റെഡിയായ രീതിയിൽ ഉറക്കമില്ലാത്തതിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഗുളിക എന്താന്ന് വെച്ചാല് ഉറക്കിന് വേണ്ടിയിട്ടുള്ള ഗുളികയാണ് ഡോക്ടർ എഴുതിയിരുന്നതാണ്. ഉറക്കത്തിനുള്ള ഗുളിക ആയിരിക്കാൻ വഴിയില്ല. മൈഗ്രെയിനുള്ള ഗുളികൾക്ക് ഒരു ചെറിയൊരു ഉറക്കക്ഷീണം ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഉറക്കത്തിനുള്ള ഗുളിക നമ്മൾ യൂഷ്വലി മൈഗ്രെയിനിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. മൈഗ്രെയിനിന്റെ ഗുളിക തന്നെയായിരിക്കും, അതിന് ചെറിയൊരു ഉറക്കം വരാറുണ്ട്. അത് കഴിക്കുന്ന സമയത്ത് തലകറക്കം കുറവുണ്ടോ ചേട്ടന്? ശക്തമായ ഉറക്കായാലും ഉറങ്ങി നല്ല ഒരു ബോധമില്ലാണ്ടുള്ള ഉറക്കായിരുന്നു എനിക്ക്. തലകറക്കത്തിന് കുറവില്ല. അതാണ് അത് ഒരു 11 മണി വരെ ഉണ്ടാവും എനിക്ക് ചില ദിവസങ്ങളിൽ. എന്നിരുന്നാൽ ഒരു നല്ലൊരു ENT ഡോക്ടറെ കണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും താങ്കളുടെ കേസിൽ. വളരെ നന്ദി വിളിച്ചതിന്. ഡോക്ടർ, ഈ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണോ ഇത്? ഒരു പരിധിവരെ ഇപ്പൊ നമ്മുടെ ഇയർ സംബന്ധമായിട്ടുള്ള BPPV പോലെയുള്ള രോഗങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർ എത്തി നമ്മൾ ഈ റീപൊസിഷനിങ് മാന്യൂവേഴ്സ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അതായത് കല്ല് മാറി കിടക്കുന്നതിന്റെ അതിന് റീപൊസിഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഇത്. എന്നിരുന്നാൽ ബാക്കി ഇപ്പോ മൈഗ്രെയിൻ ആയാലും ലാബ്രിന്തൈറ്റിസ് ആയാലും അങ്ങനെ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണ്. എന്താണ് രോഗം കണ്ടുപിടിച്ചാൽ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറാവുന്നതേ ഉള്ളൂ. ഈ BPPV പോലെയുള്ള രോഗങ്ങൾ നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് എടുത്താലും ഒരിക്കലും ഇനി വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു ഫോർ എ ലോങ് ടൈം, ഒരു 6 months, 1 year, 2 year ഒക്കെ വരെ പിന്നെ ഇത് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ശരി ഡോക്ടർ, ഒരു കോള് കൂടിയുണ്ട്. ഹസൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹസൻ പറഞ്ഞു. എനിക്ക് ഈ തലകറക്കം വന്നാൽ 2-3 ദിവസം വളരെ പ്രയാസപ്പെടുന്നത്. തലകറക്കം അത് ബാലൻസിന്റെ പ്രോബ്ലം ആയിട്ടാണ് അത് പറയുന്നത് ഡോക്ടറെ കാണിച്ചപ്പോ. അപ്പോ അത് 2-3 ദിവസം റെസ്റ്റ് എടുക്കുമ്പോഴേ അത് മാറണുള്ളൂ. പിന്നെ ഇപ്പൊ ഡോക്ടർ കുറച്ച് ഇതൊക്കെ പറഞ്ഞു തന്ന് അത് ഇത് ചെയ്യാനൊക്കെ പറഞ്ഞ് അതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് ഇന്നിപ്പോ കലാകാലം ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിനുള്ളത്. എന്താണ് അതിന്റെ ശരിക്കുള്ള കാരണം എന്നൊന്നും അറിയാം. എന്റെ ഒരു ചെവി പഴുപ്പ് വന്നിട്ട് നഷ്ടപ്പെട്ടതാണ്. ബാക്കി ഒരു ചെവിയേ ഉള്ളൂ കേൾവി. ഓക്കെ, ഇപ്പോ ഈ പറഞ്ഞ പേരെന്തായിരുന്നു പറഞ്ഞേ? ഹസനല്ലേ പേര് പറഞ്ഞേ? അതെ അതെ. ഹസനെ ഇപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ് ചെവി ആ ഭാഗത്തേക്ക് കിടക്കുമ്പോഴാണോ തലകറക്കം കൂടുതൽ വരുന്നത്? അല്ല, അത് ചിലപ്പോ രാവിലെ എണീറ്റ് വന്നാൽ ആണ് തലകറക്കം വരിക. അത് പിന്നെ ഒരു 2-3 ദിവസമൊക്കെ നനക്കും.
ഒരു പക്ഷേ ഇപ്പോ ചെവിയുടെ ബാലൻസിന്റെ ആണ് ഹസൻ ഉണ്ടാകുന്ന തലകറക്കം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷണൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് സൈഡില്, ഇപ്പോ 2 സൈഡിലും 3 കനാലുകൾ വീതമുണ്ട്, അതിൽ ഏത് കനാലിലാണ് പ്രശ്നമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ബാലൻസിന്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റത്തുള്ളൂ ഫിക്സഡ് ആയിട്ട്. ഇനി അല്ല അതില് 2 സൈഡിലും കിട്ടുന്നില്ല, അതായത് ടെസ്റ്റ് ചെയ്യുമ്പോൾ തലകറക്കം വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പല കാരണങ്ങളും നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കേണ്ടി വരും. കാരണം ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് ഇപ്പോ ഈ പറഞ്ഞ ആന്തരിക ഭാഗത്തിലുള്ള ഇയറിന്റെ ഭാഗങ്ങളിലേക്ക് അവിടെ എന്തെങ്കിലും ചതവോ അവിടെ എന്തെങ്കിലും ലൈക്ക് ഓപ്പണിംഗ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിസ്റ്റുല എന്നാണ് നമ്മൾ പറയാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തലകറക്കങ്ങൾ ഉണ്ടാവാം. അത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ശരി, വളരെ നന്ദി ഹസൻ വിളിച്ചതിന്. ഡോക്ടർ, ഈ വെർട്ടിഗോയുടെ ലക്ഷണങ്ങളുള്ളവർ, രോഗമുള്ളവർ ഈ ഡ്രൈവ് ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ രോഗം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഇപ്പൊ ഒരു പ്രാവശ്യം പെട്ടെന്ന് ഒരു അക്യൂട്ട് വെർട്ടിഗോ ഉണ്ടായ ഒരു പേഷ്യന്റിന്റെ ഫസ്റ്റത്തെ ഒരു 7 days എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മുടെ ചെവിയുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന ആ ഭാഗത്തിനെ നമ്മളൊന്ന് സെഡേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ലാബ്രിന്തൈൻ സെഡേറ്റീവ്സ് എന്നാണ്